KPCC DCC പുനഃസംഘടനയിൽ സംഭവിക്കുന്നത് എന്താണ്? DCC അധ്യക്ഷന്മാർക്കായി മുതിർന്ന നേതാക്കൾ പിടിവാശി തുടരുമ്പോൾ നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. കെ സുധാകരന്റെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും ആവശ്യത്തോട് മുഖം തിരിക്കുമോ നേതൃത്വം? ആരൊക്കെ തുടരും, ആരൊക്കെ തെറിക്കും? റിപ്പോർട്ടർ ലൈവ് തണിലേക്ക് സ്വാഗതം. തുടരുന്ന അനിശ്ചിതത്വം. റിപ്പോർട്ടർമാർ ചേരുകയാണ്. റോഷിപാൽ, നോബൽ മാരിക്കാരൻ, TV പ്രസാദ്, AK അഭിലാഷ്, അർജുൻ കല്യ, രാഹുൽ സുരേഷ് എന്നിവരാണ് അപ്ഡേറ്റുകളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം റോഷിപാലിലേക്ക് പോകണം. ഏതായാലും KPCC DCC പുനഃസംഘടനയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. ദില്ലിയിലെ ചർച്ചകളിൽ സമവായമാകാതെ വന്നതോടെ ഇന്നും നാളെയുമായി സംസ്ഥാനത്താണ് ചർച്ചകൾ നടക്കുന്നത്. തുടർ ചർച്ചകൾക്ക് ശേഷം തിങ്കളാഴ്ചയോടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാണ് നീക്കം. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ മാറ്റമുണ്ടാകില്ല. മറ്റ് ജില്ലകളിൽ ഒന്നിലേറെ പേരുകൾക്കായി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഇതിലിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്? നേതാക്കൾ ഓരോരുത്തർക്കായി കടും പിടുത്തം തുടരുന്നതോടെ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നു എന്നാണോ? ഇപ്പോഴത്തെ ചർച്ചകൾ ഏത് രീതിയിലാണ്? വിനിത, ദില്ലിയിൽ 3 ദിവസമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ തുടർന്ന് അവിടെ മാരത്തോൺ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്തു. MP മാരുമൊക്കെ സംസാരിച്ചു. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ മുഴുവൻ നേതാക്കളുമായി സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് പുനഃസംഘടന പട്ടിക തയ്യാറാക്കാനായി ദില്ലിയിലേക്ക് എത്തിയത്. പക്ഷേ ചർച്ചകളിലൊന്നും സമവായമായില്ല. പ്രത്യേകിച്ച് DCC പുനഃസംഘടനയാണ് കുരുക്കായി മാറിയത്. കാരണം ആദ്യഘട്ടത്തിൽ 5 DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ല എന്നൊരു ധാരണയാണ് നേതാക്കൾ തമ്മിൽ എടുത്തതെങ്കിൽ പിന്നീട് മറ്റ് 2 DCC കൂടി പുനഃസംഘടിപ്പിക്കേണ്ടതില്ല എന്ന ആവശ്യമുയർന്നു. അതിൽ ഒന്ന് പാലക്കാടാണ്, രണ്ടാമത്തേത് പത്തനംതിട്ടയാണ്. അതേപോലെ തന്നെ ആ 2 DCC പുനഃസംഘടിപ്പിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ എറണാകുളത്ത് നേതൃമാറ്റം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അത് A ഗ്രൂപ്പാണ്. അവിടെ KPCCയുടെ ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ മുത്തലിബിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാറ്റേണ്ടതില്ല, അവിടെ മുഹമ്മദ് ഷിയാസ് തുടരട്ടെ എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കൾക്കുള്ളത്. അങ്ങനെ ഓരോ ജില്ല പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ണൂർ ജില്ലയിൽ മാർട്ടിൻ ജോർജാണ് നിലവിൽ KPCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ. മാർട്ടിൻ ജോർജിനെ മാറ്റേണ്ടതില്ലെന്ന് ധാരണയുണ്ട്. കോഴിക്കോട് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, മലപ്പുറത്ത് VS ജോയി, ഒപ്പം തൃശ്ശൂരിൽ ജോസഫ് ടാജറ്റ്, എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ്. ഈ 5 പേരെ മാറ്റേണ്ടതില്ലെന്ന ധാരണയാണ്. അതിന് പുറമെ മറ്റ് DCC അധ്യക്ഷന്മാരുടെ സാധ്യതാ പട്ടികയുണ്ട്. 1-ൽ കൂടുതൽ നേതാക്കളുടെ പേരുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഓരോ നേതാക്കളുടെ പേരുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്കും ഒപ്പം KPCC ഭാരവാഹി പട്ടികയിലേക്ക് വലിയ പട്ടിക നൽകുകയും ചെയ്തു. അതോടെയാണ് ഒരു തരത്തിൽ ജംബോ കമ്മിറ്റിക്ക് വീണ്ടും കളമൊരുങ്ങിയെന്ന വിവരം പുറത്തു വരുന്നത്. ഏതാണ്ട് 100-ലേറെ നേതാക്കൾ ഉൾപ്പെടുന്നതായിരിക്കും KPCCയുടെ പുതിയ ഭാരവാഹി പട്ടിക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ പദവിയിലേക്ക് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിൽ, മണക്കാട് സുരേഷ്, N വിൻസെന്റ് MLA അടക്കം 3 പേരാണ് അവസാന ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നത്. കൊല്ലത്ത് അഡ്വക്കേറ്റ് P ജർമിയാസ്, സൂരജ് രവി, CR മഹേഷ് MLA അടക്കം പരിഗണിക്കപ്പെടുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിലവിലെ DCC അധ്യക്ഷൻ തുടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആവശ്യം MP കൊടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യം AICC പരിഗണിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇനി മാറ്റുന്നുണ്ടെങ്കിൽ അവിടെ KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധു അല്ലെങ്കിൽ മുൻ പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, ഈ 2 പേരെ പരിഗണിക്കും. ഒപ്പം റോബിൻ പീറ്റർ അടക്കം 3 പേരാണ് പരിഗണനയിലുള്ളത്. കോട്ടയത്ത് KPCC അംഗമായ ഫിൽസൺ മാത്യു, ജോഷി ഫിലിപ്പ് അടക്കമുള്ള 2 പേർ പരിഗണനയിലുണ്ട്. ഇടുക്കിയിൽ MPയും മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ ഡീൻ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് അശോകൻ KPCC ജനറൽ സെക്രട്ടറിയാണ്, റോയ് K പൗലോസ്, അങ്ങനെ 3 പേർ. ആലപ്പുഴയിൽ V ബൈജു KPCCയുടെ സെക്രട്ടറിയാണ്, KP ശ്രീകുമാർ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ 2 പേർ സാധ്യതാ പട്ടികയുണ്ട്. പാലക്കാട് തങ്കപ്പൻ തുടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇനി മാറ്റുകയാണെങ്കിൽ അവിടെ KPCC സെക്രട്ടറി PV രാജേഷ് അല്ലെങ്കിൽ KPCC അംഗം സുമേഷ് അച്യുതൻ, ഈ 2-ൽ ഒരാൾ അധ്യക്ഷനാകാനാണ് സാധ്യത. വയനാട്ടിലാണെങ്കിൽ മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ PD സജി, ഒപ്പം കൽപ്പറ്റ നഗരസഭാ ചെയർമാനായിരുന്ന TJ ഐസക് അടക്കം 2 പേരാണ് പരിഗണിക്കപ്പെടുന്നത്. കാസർഗോഡ് K നീലകണ്ഠൻ KPCCയുടെ സെക്രട്ടറിയാണ്, അഡ്വക്കേറ്റ് ജമാൽ. ഇങ്ങനെ 2 പേരിൽ ഒരാൾ അധ്യക്ഷനാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഓരോ നേതാക്കൾ
മുതിർന്ന നേതാക്കളടക്കം മുൻ KPC അധ്യക്ഷന്മാരടക്കം മുന്നോട്ട് വെച്ച പേരുകളാണ്. എല്ലാവരുടെ അഭിപ്രായം മാനിച്ച് അത് ഒറ്റ പേരാക്കി മാറ്റി പട്ടിക കൈമാറാനാണ് തീരുമാനം. ഏതായാലും നിലവിൽ പത്തനംതിട്ടയും ഒപ്പം പാലക്കാടും നിലവിൽ അധ്യക്ഷന്മാർ തുടരുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഇത് വലിയൊരു കടമ്പയായി മാറുകയാണ് KPC നേതൃത്വത്തിന്. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. പുതിയ കമ്മിറ്റി നിലവിൽ വന്നാൽ അവർക്ക് സഹഭാരവാഹികളെ നിശ്ചയിക്കുക അത് വലിയ വെല്ലുവിളിയാണ്. വലിയ ചർച്ചകൾ വേണം. മാസങ്ങളോളം ചർച്ചകൾ തുടരും. മുൻ KPC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് എത്തിയിരുന്നു. ചർച്ചകൾ നീണ്ടുപോയി. ഒപ്പം K. സുധാകരന് പദവി ഒഴിയുന്നതുവരെ സെക്രട്ടറിമാരെ പോലും നിയമിക്കാൻ സാധിച്ചില്ല. ട്രഷറർ പദവി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം കാലം. അത് KPC എല്ലാ കാലത്തും ഇങ്ങനെയാണ്. അത് പട്ടിക നീണ്ടുപോകുന്നതാണ് ഈ വലിയ ബുദ്ധിമുട്ടിന് കാരണമാകുന്നത്. ഏതായാലും ചർച്ചകൾ സംസ്ഥാനത്ത് ഇനിയും തുടരും. തിങ്കളാഴ്ച പട്ടിക കൈമാറാനുള്ള ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ KPCC നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റോഷിപാൽ തിരിച്ചെത്താം. നമുക്ക് നോബൽ മാരിക്കാരനിലേക്ക് കൂടി പോകണം. ഏതായാലും KPCC പുനഃസംഘടനയിൽ സമവായം ഉണ്ടാകാത്തതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ദീപാദാസ് മുൻഷി മാരത്തൺ ചർച്ചകൾ ദില്ലിയിൽ നടത്തിയിട്ടും സമവായമായില്ല എന്നതാണ്. തിരുവനന്തപുരം DCC അധ്യക്ഷ ചർച്ചയും MP-മാരുടെ കടുംപിടുത്തവുമാണ് പുനഃസംഘടന വഴിമുട്ടിച്ചത്. തലസ്ഥാന ജില്ല പിടിക്കാൻ KC വേണുഗോപാൽ, VD സതീശൻ, അടൂർ പ്രകാശ് എന്നിവർ 3 പേരുകൾ വെച്ചതോടെയാണ് വഴിമുട്ടിയതും. ചർച്ചകൾ നോബൽ മാരിക്കാരനുണ്ട്. നോബൽ ഇതിപ്പോൾ ഒരു അനിശ്ചിതത്വം എന്ന നിലയിലേക്ക് പോകുന്നുണ്ടോ? റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. സമവായം ഉണ്ടായിട്ടില്ല എന്നതിൽ എന്താണ് ഹൈക്കമാൻഡിന്റെയും ദീപാദാസ് മുൻഷിയുടെയും ഒക്കെ നിലപാട്? വിനീത, ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് ഉള്ളത്. കാരണം ദിവസങ്ങളോളം ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ദീപാദാസ് മുൻഷി നേരിട്ട് കേരള ഹൗസിൽ നിരവധി തവണ വന്നുപോയി. MP-മാരെ ഓരോരുത്തരെ വ്യക്തിപരമായി കണ്ടു. MP-മാരെ ഒന്നിലധികം തവണ കണ്ടു. ഇത്തരത്തിലൊക്കെ ചർച്ച നടത്തിയിട്ടും ഒരു പട്ടിക ഉണ്ടാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നത് വലിയ തരത്തിലൊരു പരാജയമായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും പ്രധാനമായും DCC അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട് നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ DCC അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ടാണ് ഈ KPC പുനഃസംഘടന വഴിമുട്ടിയത് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയത് തിരുവനന്തപുരം DCC അധ്യക്ഷൻ ആരാകണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. പ്രധാനപ്പെട്ട 3 നേതാക്കൾ തിരുവനന്തപുരം DCC പിടിക്കാൻ ശ്രമം നടത്തി എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പ്രധാനമായും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, അടൂർ പ്രകാശ് അടക്കമുള്ള 3 നേതാക്കൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാന ജില്ല കൂടി അവിടെ ഒരു ശക്തി ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം. ചെമ്പഴന്തി അനിലിന്റെ പേരാണ് സജീവമായി തന്നെ ചർച്ചകളിലേക്ക് വെച്ചതെങ്കിൽ പോലും ഒരു വിഭാഗം നേതാക്കൾ പൂർണ്ണമായും അതിനെ അവഗണിക്കുക മാത്രമല്ല ചില കേസുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ തിരുവനന്തപുരം സെറ്റിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റു ജില്ലകളിലൊക്കെ സ്വാഭാവികമായും സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പാർട്ടി കരുതുകയും ചെയ്യുന്നത്. പക്ഷേ ആ സെറ്റിൽമെന്റിലേക്ക് എത്തണമെങ്കിൽ അല്പസമയം പിടിക്കും എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. പ്രത്യേകിച്ച് അത്തരത്തിൽ വലിയ ശക്തമായ 3 നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ പേരുകളുമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ പ്രശ്നപരിഹാരത്തിലേക്ക് പോവുക എന്നത് വലിയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും എന്താണെങ്കിലും ഉണ്ട്. KPC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള MP-മാർ സ്വീകരിച്ച നിലപാടും ഇതിനെ പ്രതികൂലമായി ബാധിച്ചു. ഈ പുനഃസംഘടനയെ ബാധിച്ചു എന്നാണ് നമുക്ക് മറ്റൊരു വിവരം ഉള്ളത്. കാരണം പല MP-മാരും ചില പേരുകളിൽ കടുംപിടുത്തം പിടിക്കുകയും അത് പുനഃസംഘടനയെ മൊത്തത്തിൽ പ്രത്യേകിച്ച് പല ജില്ലാ കമ്മിറ്റികളും മാറ്റേണ്ടമോ തീരുമാനത്തിലേക്ക് എത്താൻ പോലും നേതൃത്വത്തിന് കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്താണെങ്കിലും ദില്ലി കേരള ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ ചർച്ചയ്ക്ക് എത്തിയതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് KPC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, UDF കൺവീനർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ എല്ലാ MP-മാർ, പ്രിയങ്ക ഗാന്ധി ഒഴികെയുള്ള എല്ലാ MP-മാരും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു ചർച്ചകളിൽ. എന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. സ്വാഭാവികമായും കോൺഗ്രസിൽ മുൻകാലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ പുനഃസംഘടന നടക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചർച്ചകളിൽ ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് നേതൃത്വത്തിന് ഒരു പരാജയമായി നമുക്ക് വിലയിരുത്തേണ്ടി വരും. ദില്ലിയിൽ നടന്ന ചർച്ചകൾ പരാജയമായിരുന്നു എന്നുകൂടി ഇതിന്റെ അവസാന വാക്കായി നമുക്ക് പറയേണ്ടിയും വരും. വിനിത, ശരി, നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകുമായിരുന്നു.